ശുദ്ധാക്ഷരങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. ജീവിക്കാൻ വേണ്ടി ഭക്ഷിക്കുന്നവരും ഭക്ഷിക്കാൻ വേണ്ടി മാത്രം ജീവിച്ചിരിക്കുന്നവരും രണ്ട് തരത്തിലാണ് മനുഷ്യർ. ചില ആളുകൾ ജീവിതകാലം മുഴുവൻ തിന്നുകൊണ്ടേയിരിക്കുന്നു, തീറ്റിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇവർക്ക് ജീവിതത്തിൽ സത്യത്തിൽ ഒരൊറ്റ ദൈവമേ ഉള്ളൂ, ഭക്ഷണം. അന്നത്തെ ദൈവമായിട്ട് കാണുന്ന പാരമ്പര്യം ഭാരതീയ രീതികളിലുണ്ട്. അമിതമായി ഭക്ഷണം കഴിക്കുന്ന ആളുകൾക്ക് ശിക്ഷയായിട്ട് പണ്ടത്തെ പുരാണം അനുസരിച്ച് ഇങ്ങനൊരു കാര്യം പറയുന്നുണ്ട്. അന്നത്തിനോട് ദൈവം പറയുന്നതാണ്, നിന്നെ അമിതമായി തിന്നുന്നവരെ നീ തിന്നൊടുക്കുന്ന വിധത്തിൽ നിനക്ക് വളരാനാവും. ഈ ചിന്തകളോടുകൂടി വളരെ രസകരമായ ശീർഷകമുള്ളൊരു പുസ്തകം ഞാൻ കയ്യിലെടുക്കുന്നു. ഭക്ഷണം കഴിച്ച് വിശുദ്ധരാകാം. ഈ പുസ്തകം ഞാൻ കയ്യിലെടുക്കുന്നത് നൊയമ്പ് കാലത്താണ്. ഭക്ഷണം കഴിച്ചു വിശുദ്ധരാകാം എന്ന സുന്ദരമായ ശീർഷകം, ആകർഷകമായ പുറംചട്ട, ആകർഷകമായ രൂപകൽപ്പന, ഇതെല്ലാം കണ്ട് നമ്മൾ ഈ പുസ്തകം വാങ്ങും. എന്നിട്ട് നമ്മളുടെ അകത്തുള്ള ആസക്തികൾ നമുക്കിങ്ങനൊരു ധാരണ തരും. നമ്മളിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണം നന്നായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് കഴിച്ചുകൊണ്ടും വിശുദ്ധരാകാം. എന്തൊരാശ്വാസം! ആ ആശ്വാസത്തോടു കൂടി നമ്മൾ ഈ പുസ്തകം വായിച്ചു തുടങ്ങുമ്പോൾ തലയ്ക്കിട്ട് പെട്ടെന്നൊരു പ്രഹരം കിട്ടിയതുപോലെ. ആ പ്രഹരം ഇതാണ്: ഭക്ഷണം ഒരുപാട് കഴിച്ച് വിശുദ്ധരാകുന്നതിനെക്കുറിച്ചല്ല ഈ പുസ്തകം പറയുക. ഈ പുസ്തകം പറയുന്നത് മിതമായി ഹിതമായി ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യമേ തന്നെ തെറ്റിദ്ധരിക്കപ്പെട്ടവരെ തെറ്റിദ്ധാരണയോടുകൂടി ഈ പുസ്തകം വായിക്കാതിരിക്കുക. ഈ പുസ്തകം വായിക്കേണ്ടത് ശരിയായ ധാരണയോടുകൂടിയാണ്. അമിതമായി ഭക്ഷണം കഴിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ആത്മീയരാകാൻ സാധ്യമല്ല എന്ന് പുറംചട്ടയിൽ തന്നെ ചെറുതായി എഴുതി വച്ചിട്ടുണ്ട്. അതൊന്നും കൂടി വായിച്ചെടുക്കണം. അമിതമായി ഭക്ഷണം കഴിക്കുന്നവർക്ക് യഥാർത്ഥത്തിൽ ആത്മീയരാകുവാൻ സാധ്യമല്ല. ഈ ചിന്തയോടുകൂടി നമുക്ക് ഈ പുസ്തകത്തിൻ്റെ താളുകളിലേക്ക് പ്രവേശിക്കാം. അവതാരികയിൽ ശ്രീ ബെന്നി പുന്നത്തറ എഴുതുന്ന രസകരമായ ഒരു നുറുങ്ങ് കാര്യം ഇതാണ്: ആദ്യ പാപം തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ടതാണ്. വിലക്കപ്പെട്ട കനി കൊതിയോടെ തിന്നു. അപ്പോൾ കൊതി സ്വർഗം നഷ്ടപ്പെടുത്തി കളയുമെന്ന് ആദ്യകാലങ്ങളിൽ തന്നെ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ആദ്യ പാപം തന്നെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട പാപം. ഏസാവ് കടിഞ്ഞൂൽ പുത്രാവകാശം നഷ്ടപ്പെടുത്തി കളഞ്ഞത് ഒരു പാത്രം പായസത്തിനു വേണ്ടി. കൊതി, വിശപ്പ്, തനിക്കർഹമായതിനെ നഷ്ടപ്പെടുത്തി കളയാൻ ഒരാളെ നിർബന്ധിതനാക്കുന്നു. വീണ്ടും ഇസ്രായേൽക്കാർ ദൈവത്തിൻ്റെ കരുണയെ ധ്യാനിച്ചിങ്ങനെ മുന്നോട്ട് നീങ്ങുന്നതിനിടയിൽ എത്ര കണ്ടിട്ടും കാണാത്ത മരവിച്ച അവരുടെ ഹൃദയം വിശപ്പ് കൊണ്ട് നിറഞ്ഞു. എത്ര തിന്നിട്ടും മതിയൊടുങ്ങാത്ത ആഗ്രഹമാണ്, ആർത്തിക്കരം നീട്ടി ദൈവം കാടപ്പക്ഷികളെ അയച്ചു കൊടുത്തു. പക്ഷേ കിട്ടിയതുകൊണ്ട് തൃപ്തരാകാതെ അടുത്ത ദിവസത്തെ കൂടി ശേഖരിച്ചു വെച്ചു. ആ ആർത്തിക്ക് ദൈവം പ്രഹരം നൽകി. അനേകായിരങ്ങൾ ഭക്ഷിച്ചു തീരും മുമ്പേ മരിച്ചു വീണു. അപ്പോൾ ഭക്ഷണത്തിലൂടെ ആളുകൾ മരിക്കുക എന്ന പ്രക്രിയ ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, എന്നും എക്കാലത്തും ഇതുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണത്തിലൂടെ മരിക്കുക എങ്ങനെയെന്നല്ല നമ്മൾ പഠിച്ചെടുക്കേണ്ടത്, ഭക്ഷണത്തിലൂടെ എങ്ങനെ ജീവിക്കുക എന്നതാണ്. അതുതന്നെയാണ് ഈ പുസ്തകത്തിൻ്റെ ധ്യാന വിഷയമായി മാറുന്നതും. ഒന്നാമത്തെ കാര്യം, എന്താണ് വിശപ്പ് എന്ന് പറയുന്നത്? അത് വ്യക്തമായിട്ട് നമ്മൾ തിരിച്ചറിയണം. ഗ്രന്ഥകാരൻ എഴുതുന്നു, ഭക്ഷണം ദഹിപ്പിക്കാനുള്ള ആന്തരിക അവയവങ്ങളുടെ തയ്യാറെടുപ്പ് മാത്രമാണ് വിശപ്പ്. അതുകൊണ്ടാണ് സമയമാകുമ്പോൾ വിശക്കുന്നത്. ഇനി ഈ വിശക്കുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധമുണ്ടോ? ഭക്ഷണം ദഹിപ്പിക്കുവാനുള്ള ആന്തരിക അവയവങ്ങളുടെ തയ്യാറെടുപ്പാണ് വിശപ്പെങ്കിൽ വിശക്കുന്ന നേരത്തൊക്കെ ഭക്ഷണം കഴിക്കണമെന്ന് നിർബന്ധം പിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഭക്ഷണം ദഹിപ്പിക്കുവാനുള്ള ഈ തയ്യാറെടുപ്പ് അല്ലെങ്കിൽ വിശപ്പ് 48 മണിക്കൂർ
മാത്രമേ ശരീരത്തിൽ നീണ്ടു നിൽക്കുകയുള്ളൂ. അതും ഇടവിട്ട് നാം ഭക്ഷണം കഴിക്കുന്ന സമയങ്ങളിൽ 15 മിനിറ്റ് വീതം മാത്രം അതുണ്ടാവുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ 48 മണിക്കൂറിന് ശേഷം വിശപ്പ് എന്ന തോന്നൽ അപ്രത്യക്ഷമാകുന്നുണ്ട്. സോ നിങ്ങൾക്ക് വിശക്കുമ്പോഴൊക്കെ ഭക്ഷണം കഴിക്കേണ്ടതില്ല എന്ന് സാരം. ഇത് പറയാൻ എനിക്കും ബുദ്ധിമുട്ടാണ്. കാരണം ഭക്ഷണം എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും തന്നെ വീക്ക്നെസ് ആണല്ലോ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ വിശപ്പ് വല്ലാതെ അലമുറയിടുന്ന നേരത്ത് അതൊരു ദീനരോധനമായും വക്രത്തിലെത്തിയ ഒരാളുടെ നിലവിളിയായും കാണേണ്ടതില്ല എന്ന് തിരിച്ചറിയണം. നമ്മൾ ഈ 48 മണിക്കൂറിന് ശേഷവും ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ വിശപ്പ് എന്ന പ്രതിഭാസം മേധ സുരുക്കുന്ന ഊർജമായി മാറും. ഈ ഒരു വരി ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് വിശക്കുന്ന നേരത്ത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ ഇവിടെ ഊർജത്തിൻ്റെ മറ്റൊരു ക്രിയ നടക്കുകയാണ്. മേധ സുരുക്കുന്ന ഒരു പ്രക്രിയ സംഭവിക്കുന്നു. വിശക്കുന്ന നേരങ്ങളിൽ എപ്പോഴും ഭക്ഷണം കഴിക്കേണ്ട. ചില വിശപ്പുള്ള നേരങ്ങളിൽ ഭക്ഷണം മാറ്റിവെക്കുന്നത് ശരീരത്തിന് അത്യുത്തമം. ഇത് പറയാൻ സാധിക്കുമെങ്കിലും തിന്നും കുടിച്ചും കഴിഞ്ഞു പോകുന്ന മനുഷ്യരെക്കുറിച്ച് മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ പറഞ്ഞതുപോലെയാണ് നമ്മളുടെയും അവസ്ഥ. കർത്താവ് ശരീരം കർത്താവിനും വേണ്ടിയാണ് എന്നൊക്കെ അറിയാമെങ്കിലും ശരീരത്തിൻ്റെ പ്രവണതകൾക്കനുസരിച്ച് വിശപ്പാർന്ന മനസ്സോടുകൂടി ഓടിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മിൽ ഭൂരിഭാഗം പേരും. ഞാനും എക്സെപ്ഷനല്ല എന്ന് വ്യക്തമായിട്ട് എനിക്ക് അറിയാം. ഇത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ വിശപ്പിനോടനുബന്ധമായിട്ടുള്ള കുറേ ശീലങ്ങളെ കുറച്ചുകൂടി ഒന്ന് ക്രിയാത്മകമാക്കാൻ, സിസ്റ്റമാറ്റിക് ആക്കാൻ, നന്മ നിറഞ്ഞതാക്കാൻ ആ ഒരു ക്ഷണമാണ് ഇവിടെ ഈ പുസ്തകത്തിലൂടെ ശ്രീ ജിൻഡോ മാത്യു നടത്തുന്നത്. അദ്ദേഹത്തിന് നല്ല ശ്രമങ്ങൾ ഫലപ്രദമാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. നമ്മളെല്ലാം ഇങ്ങനെ പല ആസക്തികളുടെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നവരാണ്. മദ്യപാനി കരിസ്മാറ്റിക് ധ്യാനം കൂടിയതിന് ശേഷം മദ്യപാനം പൂർണ്ണമായി ഉപേക്ഷിച്ചു. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ കള്ള് ഷാപ്പിനോട് മുമ്പിലൂടെ പോകുമ്പോൾ പ്രലോഭിതനായി അദ്ദേഹം. അകത്തേക്ക് കയറാൻ പ്രലോഭനമുണ്ടായി, മദ്യപിക്കാൻ പ്രലോഭനമുണ്ടായി, കുടിച്ചപ്പോൾ വീണ്ടും കുടിക്കാൻ പ്രലോഭനമുണ്ടായി. മൊത്തം പ്രലോഭിതനായി, കുടിച്ചുന്മത്തനായി. അയാൾ പിന്നെ ദുഃഖത്തോടുകൂടി ഒഴിഞ്ഞ കുപ്പി പോലെ അയാൾ പള്ളിയിൽ ചെന്ന് അച്ഛനോട് കരഞ്ഞു പറഞ്ഞു, പറ്റിപ്പോയി. അപ്പോൾ അച്ഛൻ ചോദിച്ചു, പിശാച് വിളിക്കുമ്പോൾ പോയിട്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? പോകരുതായിരുന്നു. നിഷ്കളങ്കമായി അദ്ദേഹം മറുപടി പറയുന്നു, അത് ശരിയാണ് ചാ, പക്ഷെ ഒരു പ്രാവശ്യം വിളിച്ചപ്പോൾ അപ്പോൾ പോയില്ലെങ്കിൽ പിന്നെ വിളിച്ചില്ലെങ്കിലോ? ഇതാണ് നമ്മുടെ പ്രശ്നം. പിശാച് വിളിക്കാൻ വേണ്ടി കാതോർത്തിരിക്കുകയാണ്. പലപ്പോഴും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരിക, ഭക്ഷണം വേണ്ടെന്ന് വെച്ച് നിങ്ങൾ ഉപവസിക്കുന്ന നേരത്ത് ആരെങ്കിലും നിങ്ങളെ ഒന്ന് ക്ഷണിക്കാൻ വേണ്ടി കാതോർത്തിരിക്കുന്ന പോലെയാണ്. ആരെങ്കിലും ഒന്ന് വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ ജസ്റ്റിഫിക്കേഷനായി സൗഹൃദം, അമ്മയുടെ സ്നേഹം, ഭാര്യയുടെ താല്പര്യം, മക്കളുടെ നിർബന്ധം, ദൈവമേ എന്തൊക്കെ ജസ്റ്റിഫിക്കേഷനാണ് ചീത്തയാകാൻ നമ്മൾ കൊണ്ടുവരുന്നത്. ഈ ജസ്റ്റിഫിക്കേഷനൊക്കെ കീഴടങ്ങിക്കൊണ്ട് നമ്മൾ പിന്നെ വീണ്ടും പഴയ വഴിയിലൂടെ തന്നെ നടക്കും. അപ്പോൾ ആസക്തികളുടെ പിന്നാലെ ഓടുന്നവരായതുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം സംഭവിക്കുക. പിന്നെ ഭക്ഷണം ഒരുപാട് കഴിക്കുന്നത് പാപമാണെന്ന് ഒരാളോടും നമ്മളോട് പറഞ്ഞു തരാറില്ല. ശരിയല്ലേ? കാരണം ഭക്ഷണം കഴിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. അത് ഭംഗിയായി കഴിക്കണം, അതിനൊരു ആത്മീയതയുണ്ട്, ചൈതന്യമുണ്ട്. പക്ഷേ അമിത ഭക്ഷണം പാപമാണെന്ന് ആരാ പറഞ്ഞു തരിക? സാധാരണഗതിയിൽ സ്റ്റാറ്റസും സ്റ്റാൻഡേർഡും നൽകുന്ന കാര്യമാണ് ഭക്ഷണം. ഇനി ഭക്ഷണം കഴിച്ചുകൊണ്ട് അസുഖം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുകൊണ്ട് സ്റ്റാറ്റസും സ്റ്റാൻഡേർഡും. ആരെങ്കിലും അമിത ഭക്ഷണം കഴിക്കുന്നവരെ ഭയങ്കര മോശക്കാരായി ചിത്രീകരിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ നമ്മുടെ TV പരിപാടികൾ പലതിലും നല്ല പൊണ്ണത്തടിയന്മാരായ ആളുകളൊക്കെ ഭക്ഷണം ഇഷ്ടം പോലെ കഴിച്ച് ഭക്ഷണത്തിൻ്റെ പല വിഭവങ്ങളെക്കുറിച്ചും അതിൻ്റെ മെനുവിനെക്കുറിച്ച് നമ്മളെ ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. അവരുടെ തടി ഒരു അലങ്കാരമായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ അത്ര നല്ല കൾച്ചറൊന്നുമല്ല. തടിയുള്ളവർ എന്നോട് ക്ഷമിക്കുക, തടിയുള്ളവർക്കെതിരെയല്ല ഞാൻ സംസാരിക്കുക. പക്ഷേ ഇങ്ങനെ വരുമ്പോൾ ഭക്ഷണം കഴിക്കുന്നത്, അമിതമായി ഭക്ഷണം കഴിക്കുന്നത് പാപമേ അല്ല എന്നൊരു ചിന്ത നമുക്കെല്ലാവർക്കും വന്ന് തുടങ്ങും. അവിടെയാണ് ഈ ഗ്രന്ഥകാരൻ പറയുന്നത്, അമിത ഭക്ഷണം പാപമായി എണ്ണുന്ന കാലം വരണം. മദ്യപിക്കുന്നത് പാപം, വ്യഭിചരിക്കുന്നത് പാപം, ചൂതാടുന്നത് പാപം, പുകവലിക്കുന്നത്
ഭക്ഷണം കഴിക്കുന്നതോ അത് വളരെ സ്റ്റാറ്റസ് തിങ്. ഈ ചിന്ത മാറ്റിയെടുക്കണം. അപ്പോൾ ഈ ഒരു ചിന്ത മാറ്റിക്കൊണ്ട് ചില തിരുത്തലുകൾ കൂടി നടത്തണം. ഒരു 5 തിരുത്തലുകളെക്കുറിച്ച് ഗ്രന്ഥകാരൻ പറയുന്നുണ്ട്. ഭക്ഷണ ആസക്തിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള 5 തിരുത്തലുകളാണ്. ഒന്ന്, നേരത്തെ പറഞ്ഞ ഒരു ചിന്തയാണ്, ഭക്ഷണം കഴിക്കുന്നത് ഒരു പാപമല്ല. തീർച്ചയായിട്ടും ഭക്ഷണം കഴിക്കുന്നത് പാപമല്ല. പക്ഷേ എല്ലാത്തരം ഭക്ഷ്യവിഭവങ്ങളും കുത്തി നിറക്കുന്ന ശവക്കല്ലറിയാക്കി വയറിനെ മാറ്റേണ്ട ആവശ്യമില്ല. ഏത് സമയവും നിക്ഷേപിച്ചു കൊണ്ടിരിക്കേണ്ട വ്യക്തികളാണ് നമ്മളെന്ന് തെറ്റിദ്ധരിക്കരുത്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത്, അനാവശ്യമായി കഴിക്കുന്നത്, അനവസരത്തിൽ കഴിക്കുന്നത് പാപം തന്നെയാണ്. ഇത് തിരിച്ചറിയണം, തിരുത്തണം. രണ്ടാമത്, വിശപ്പ് മാറുന്നത് വരെ ഭക്ഷണം കഴിക്കണം. നിങ്ങൾ കുട്ടികളായിരുന്ന സമയത്ത് നിങ്ങളുടെ അമ്മമാർ നിർബന്ധിച്ച് നിങ്ങളെ ഭക്ഷണം കഴിപ്പിക്കും, ഒരു ദോശ കൂടി കൂടുതൽ. അപ്പോൾ നമുക്കത് കാരുണ്യത്തിൻ്റെ കനിവ് കിനിയുന്ന വഴികളായിട്ടാണ് തോന്നിയിട്ടുള്ളത്. സത്യം ഇപ്പോഴങ്ങനെയാണല്ലോ. അമ്മമാർ അധികമായി കഴിപ്പിക്കുന്ന ഒരു ഭക്ഷണത്തെക്കുറിച്ച് നമ്മൾ സ്നേഹത്തോടെ ഓർക്കും. ആ അമ്മ ഇപ്പം ഇല്ലല്ലോ എന്ന് കണ്ണീർ പൊഴിക്കും. പക്ഷേ സത്യത്തിൽ ഇങ്ങനെ അമിതമായി സ്നേഹപ്രകടനത്തിലൂടെ നമ്മളെ അമിത ഭക്ഷണം കഴിക്കുന്നവരാക്കി മാറ്റുന്നത് സത്യത്തിൽ സ്നേഹത്തിൻ്റെ ഭാഷയാണോ? ഇതാണ് ചോദിക്കേണ്ട ചോദ്യം. അമ്മമാർ സ്വയം ചോദിക്കേണ്ട ചോദ്യം കൂടിയാണ്. അപ്പോൾ നമ്മൾ പഠിച്ചു വച്ചിരിക്കുന്ന വിശപ്പ് മാറുന്നവരെ ഭക്ഷണം കഴിക്കും. പക്ഷേ ശാസ്ത്രം പറയുന്നത്, ഈ ഗ്രന്ഥത്തിൽ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്, വിശപ്പ് മാറുന്നവരെ ഭക്ഷണം കഴിക്കരുത്. വിശപ്പ് പാതി വയറിൽ ഭക്ഷണം കഴിക്കുന്നത് നിർത്തണം എന്നാണ് പണ്ടത്തെ ആചാര്യന്മാരൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇത് കേട്ടിട്ട് മക്കളൊന്നും മാതാപിതാക്കൾക്കെതിരെ ഇപ്പോൾ നോക്കിയിട്ട് പിന്നെ എന്നെ അവജ്ഞയോടുകൂടി വീണ്ടും നോക്കരുത്. ഞാൻ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ സ്നേഹത്തോടെ പങ്കുവെക്കുക മാത്രം ചെയ്യുന്നു. വയറ് പാതിയായിരിക്കുമ്പോഴേ ഭക്ഷണം നിർത്തണം എന്ന് പറയുന്ന ആ തത്വത്തിന് അർത്ഥമുണ്ടെന്നാണ് ശാസ്ത്രം പറഞ്ഞു തരിക. അടുത്തൊരു തിരുത്തൽ, എനിക്ക് വിശന്നിട്ട് വയ്യ, ഞാനിപ്പോൾ മരിക്കും. ഇതും പറഞ്ഞിട്ടാണല്ലോ പലരും ഓഫീസിൽ നിന്നും ക്ലാസ്സിൽ നിന്നൊക്കെ ഓടി വീട്ടിലേക്ക് വരിക. ഞാനിപ്പോൾ ചത്തുപോകും, ഉടൻ തന്നെ ഭക്ഷണം തരണം. പക്ഷേ ഭക്ഷണം അധിക ദിവസം കഴിക്കാതിരുന്നുകൊണ്ട് പെട്ടെന്ന് മരിച്ചൊന്നും പോകില്ല. 40 ദിവസം നിങ്ങൾ ഭക്ഷണം കഴിക്കാതിരുന്നാലും നിങ്ങൾ മരിച്ചു പോകില്ല എന്ന് വ്യക്തമായിട്ട് തിരിച്ചറിയുക. പിന്നെ ഒരു കണ്ടീഷനിങ് ആണ് സംഭവിക്കുക. നിങ്ങൾ 6 നേരം ഭക്ഷിക്കണമെന്ന് വിചാരിക്കുക. 6 നേരവും നിങ്ങൾക്ക് വിശക്കും. 6 നേരമൊക്കെ കഴിക്കുന്നവരുണ്ട്, 6 അല്ല 8 പ്രാവശ്യം കഴിക്കുന്നവരൊക്കെ ഉണ്ടാവും. 8 പ്രാവശ്യം അവർക്ക് വിശന്ന് വന്നവരാവും. 4 പ്രാവശ്യത്തേക്ക് ഒതുക്കുന്നവർക്ക് 4 പ്രാവശ്യം വിശക്കും. ഇനി 2 നേരം ഭക്ഷിക്കുന്നവർക്ക് 2 നേരമേ വിശക്കുകയുള്ളൂ. ഒരൊറ്റ പ്രാവശ്യം ഭക്ഷിക്കുന്നയാൾക്ക് ഒരൊറ്റ പ്രാവശ്യമേ വിശക്കുകയുള്ളൂ. അപ്പോൾ വിശപ്പ് എന്നുള്ളത് പോലൊരു കണ്ടീഷനിങ്ങായി മാറുന്നുണ്ട്. ശരീരത്തിൻ്റെ സാധാരണ പ്രക്രിയകൾ സാധാരണ രീതിയിൽ തന്നെ സംഭവിക്കുന്നുണ്ട്. വിശപ്പിനെ നമുക്ക് കണ്ടീഷനിങ് ആക്കി മാറ്റാവുന്നതേ ഉള്ളൂ. അതനുസരിച്ച് നിങ്ങളൊന്ന് ബോധത്തോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ ശരീരത്തിലും ശീലങ്ങളിലും ചില വ്യതിയാനങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അടുത്ത ഒരു സാധാരണ പറയുന്ന ചൊല്ലുപോലെ, കഴിക്കുന്ന പ്രായമാണ്, ആ പ്രായത്തിൽ കഴിക്കണം. തീർച്ചയായിട്ടും കഴിക്കുന്ന പ്രായത്തിൽ കഴിക്കണം. പക്ഷേ കഴിക്കുന്ന പ്രായത്തിൽ അമിതമായി കഴിക്കണമെന്ന് ഒരു പുരാണവും നമ്മെ പഠിപ്പിക്കുന്നില്ല, ഒരു പഴഞ്ചൊല്ലും നമ്മെ ഓർമ്മപ്പെടുത്തുന്നുമില്ല. കഴിക്കുന്ന പ്രായത്തിൽ കഴിക്കണം. കഴിക്കാൻ പറ്റാത്ത പ്രായത്തിൽ കഴിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ കഴിക്കുന്ന പ്രായത്തിൽ അമിതമായി കഴിക്കുന്നവരാണ് കുറച്ച് കഴിയുമ്പോൾ കഴിക്കാൻ പറ്റാത്ത പ്രായത്തിലേക്ക് പ്രവേശിക്കുന്നത്. എല്ലാം മിതമായി കഴിക്കുന്നവർക്ക് മരിക്കുന്ന നാൾ വരെ അങ്ങനെ മിതമായി കഴിക്കാൻ പറ്റും. ഇത് നല്ല ബോധത്തോടെ ജീവിക്കുന്ന എല്ലാവരും സമ്മതിക്കുന്ന കാര്യമാണ്. ഏത് പ്രായത്തിലും മിതമായി കഴിക്കുന്നവർ, ഹിതമായത് കഴിക്കുന്നവർക്ക് പിന്നീട് മരണമടുക്കുന്നത് വരെ മിതമായും ഹിതമായതും കഴിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ കഴിക്കുന്ന പ്രായത്ത് അമിതമായി കഴിക്കുന്ന പ്രവണതയെ അത് ഇല്ലാതാക്കണം. അടുത്ത ഒരു തെറ്റിദ്ധാരണ, നല്ലതുപോലെ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എനിക്ക് നന്നായി ജോലി ചെയ്യാൻ പറ്റില്ല. ഇത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. ശരിക്കും നന്നായി ജോലി ചെയ്യാൻ ഭക്ഷണം ആവശ്യമാണ്, കാരണം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. പക്ഷേ ശരീരം മുഴുവൻ ഭക്ഷണം നിറഞ്ഞു നിൽക്കുകയാണെങ്കിൽ ആ ഭക്ഷണം ദഹിപ്പിക്കുവാൻ വേണ്ടി ഉപയോഗിക്കപ്പെടുന്ന ഊർജ്ജം നിങ്ങൾ ജോലി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഊർജ്ജത്തേക്കാൾ എത്രയോ കൂടുതലാണ്.
അപ്പോൾ ജോലി ചെയ്യേണ്ട നേരത്ത് വയറ് ഒരുപാട് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ ജോലി ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ നിങ്ങളുടെ ഊർജ്ജം മുഴുവൻ ദഹന പ്രക്രിയയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് നിറഞ്ഞ വയറോടുകൂടി എന്തെങ്കിലും കാര്യം ചെയ്യാനിരിക്കുമ്പോൾ അത് ചെയ്യാൻ സാധിക്കാതെ പോകുന്നത്. ഭക്ഷണം ഊർജ്ജമായി പരിണമിപ്പിക്കുന്നതിന് ജോലി ചെയ്യാൻ ഉപയോഗിക്കുന്നതിനേക്കാൾ ഊർജ്ജം വേണ്ടിവരും എന്ന സാമാന്യം ബുദ്ധിയുടെ യാഥാർത്ഥ്യം അത് തിരിച്ചറിയുക. അടുത്ത ഒരിത്, ഭക്ഷണം അടിമപ്പെടുത്തുന്നില്ല. കഞ്ചാവ് അടിമപ്പെടുത്താം, മദ്യം അടിമപ്പെടുത്താം, വല്ലാത്ത ലൈംഗികാസക്തി അടിമപ്പെടുത്താം. പക്ഷേ ഭക്ഷണം ഒരു തരത്തിലും നമ്മളെ അടിമപ്പെടുത്തില്ല. അത് അതിജീവനത്തിന് അത്യാവശ്യം എന്ന് പറയുന്നതിലും പിശാചിൻ്റെ ഒരു ഹിഡൻ അജണ്ട ഉണ്ട് എന്ന് ഗ്രന്ഥകാരൻ എഴുതുന്നു. സത്യമാണത്. പിശാച് പലപ്പോഴും ഏറ്റവും സുന്ദരമായ വഴികളിലൂടെയാണ് നമ്മെ പ്രലോഭിപ്പിക്കുക. വൈരൂപ്യമാർന്ന വഴികളിലൂടെ നമ്മെ തേടി എത്തിയിരുന്നെങ്കിൽ നമ്മൾ ഓടി ഒളിക്കുമായിരുന്നു. പക്ഷേ ഏറ്റവും സുന്ദരമായി തഴുകുന്ന ഇളം കാറ്റ് പോലെയാണ് പിശാചിൻ്റെ തൊടൽ, കൊടുങ്കാറ്റ് പോലെയല്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇളം കാറ്റ് വന്ന് നമ്മെ പറഞ്ഞ് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും നമ്മെ പതിരുകളാക്കി പറത്തിക്കളയുന്നുണ്ട്. അപ്പോൾ ഭക്ഷണം അടിമപ്പെടുത്തുന്നില്ല എന്ന് പറയുന്ന ആ ചൊല്ല് അത് പതിരുള്ള ഒരു ചൊല്ലാക്കി മാറ്റിയെടുക്കണം, മനസ്സിലാക്കിയെടുക്കണം. ഈ തിരുത്തലുകൾ നടത്തിക്കഴിയുമ്പോൾ അടുത്ത സ്റ്റേജിലേക്ക് ഗ്രന്ഥകാരൻ നമ്മെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അദ്ദേഹം പറയുന്നു, ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇപ്പോൾ ഒന്ന്, വിവാഹം നടക്കുന്നു. ഏതാണ് പ്രധാനപ്പെട്ട കാര്യം? തീർച്ചയായിട്ടും ഭക്ഷണം വേണം. കാരണം സ്നേഹവിരുന്ന്, സ്നേഹത്തിൻ്റെ പങ്കുവെപ്പിൻ്റെ ഭാഗം തന്നെ. പക്ഷേ ഏതാണ് ഇതിൽ പ്രധാനപ്പെട്ടത്? ഭക്ഷണത്തിന് വേണ്ടി മാത്രം മാറി വിവാഹാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, അത് തീർച്ചയായിട്ടും ഒരു അഡിക്ഷൻ തന്നെയല്ലേ. വിവാഹം നടക്കുമ്പോൾ കുർബാനയാണ് പ്രധാനപ്പെട്ടത്. പ്രഥമ ദിവ്യകാരുണ്യം നടക്കുമ്പോൾ പ്രഥമ ദിവ്യകാരുണ്യത്തിൻ്റെ കുർബാനയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. മാമോദീസ കർമ്മം നടക്കുമ്പോൾ മാമോദീസ കർമ്മമാണ് പ്രധാനപ്പെട്ടത്. പക്ഷേ ഈ പ്രധാനപ്പെട്ട കർമ്മത്തിന് എത്ര പേരുണ്ടാവും? പ്രധാനപ്പെട്ടതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ അതിന് മേമ്പൊടിയായി ചേർക്കപ്പെടുന്ന സ്നേഹവിരുന്നിൽ പങ്കുചേരാൻ ധാരാളം പേര് വരും. അപ്പോൾ പ്രാധാന്യമുള്ളതിന് പ്രാധാന്യം കൊടുക്കണം. അത്രയ്ക്ക് പ്രാധാന്യമില്ലാത്തതിന് അത്രയ്ക്ക് പ്രാധാന്യമേ കൊടുക്കേണ്ടതുള്ളൂ. ഈ തരത്തിലുള്ള ഷിഫ്റ്റ് ഓഫ് അറ്റൻഷൻ അത് ജീവിതത്തിൽ ആവശ്യമാണ്. ഏത് ആഘോഷത്തിന് വേണ്ടിയും ഭക്ഷണം കഴിക്കാനുള്ള തീവ്രമായ ആഗ്രഹം കൊണ്ട് മാത്രം പോകുന്നവർ ശരിക്കും സ്വന്തം ജീവിതത്തിൻ്റെ കെണി ഒരുക്കുന്നവരാണ് എന്ന ഒരു ഓർമ്മപ്പെടുത്തൽ. വീണ്ടും അടുത്ത ഒരു തിരുത്തലായിട്ട് ഗ്രന്ഥകാരൻ പറയുന്ന കാര്യം, ഒരു എക്സ്ട്രാ ഫിറ്റിംഗ് പോലെ ഭക്ഷണം ഇട്ടുകൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട്. ഇത് ഞാനും നിങ്ങളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കുറിക്കുക. അപ്പോൾ ചോദിക്കും, ഇതൊക്കെ വളരെ നിഷ്കളങ്കമായ നിർദോഷമായ ചെറിയ ശീലങ്ങളല്ലേ? ആയിരിക്കാം. പക്ഷേ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്കും തോന്നി, ഇങ്ങനെ കുറിച്ച് ആവശ്യമില്ലാതെ യാന്ത്രികമായിട്ട് നമ്മൾ വെറുതെ കൊഴുപ്പ് അടിച്ചു കൂട്ടുകയാണ് നമ്മുടെ ഉള്ളിലേക്ക്. അതിൻ്റെ ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സിനിമയിൽ മുഴുകിയിരിക്കുന്ന ആൾക്ക് പിന്നെ ഈ വായിലേക്ക് പോകുന്ന ഭക്ഷണത്തിന് യാതൊരു വിധത്തിലുള്ള സന്തോഷവും നൽകാൻ പറ്റുകയില്ല. അപ്പോൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ യാന്ത്രികമായിട്ട് നമ്മുടെ ശരീരത്തെ വെറുതെ കൊഴുപ്പിക്കാനുള്ള ഒരു നടപടിക്രമമാക്കി മാറ്റി കളയുകയാണ് ഈ എക്സ്ട്രാ ഫിറ്റിംഗ് നടക്കുന്നത്. പിന്നെ അടുത്തൊരു കാര്യം, ചിലരൊക്കെ നല്ല തീരുമാനമൊക്കെ എടുക്കും. ആദ്യം തന്നെ തെറ്റുമ്പോൾ പറയുന്നു, മുടങ്ങി, ഇനി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഓൾ ഓർ നത്തിങ് എന്ന ഒരു ഫിലോസഫിയാണ്. ഒന്നില്ലെങ്കിൽ എല്ലാത്തിലും പൂർണ്ണത വേണം, അല്ലെങ്കിൽ പിന്നെ ഒന്നും ചെയ്യില്ല. അപ്പോൾ ഇത് വീണ്ടും പിശാചിൻ്റെ ഒരു ഹിഡൻ അജണ്ട തന്നെയാണ്. നിങ്ങൾ തെറ്റിപ്പോയി, ഇനി അവിടെ തന്നെ കിടന്ന് നന്നായിട്ട് അങ്ങ് ആഘോഷിച്ച് കളയൂ എന്ന് പറയുന്ന വല്ലാത്ത ഒരു പിന്തിരിപ്പൻ മനോഭാവമാണ് അത് തെളിയിച്ച് തരിക. അതുകൊണ്ട് തന്നെ തെറ്റിയെങ്കിലെന്ത്? ഇപ്പോൾ വ്രതാനുഷ്ഠാനം തുടങ്ങുന്ന ആൾക്ക് ഇടയ്ക്കൊന്ന് തെറ്റിപ്പോയി, അവിടുന്ന് എഴുന്നേൽക്കുക, വീണ്ടും പുതുക്കാവുന്നതേ ഉള്ളൂ. നൊയമ്പ് വീണ്ടും ആരംഭിക്കാവുന്നതേ ഉള്ളൂ. പിശാചിൻ്റെ സുന്ദരമായ പ്രലോഭനങ്ങൾക്ക് കീഴ്പ്പെടേണ്ട ആവശ്യമില്ല. ഭക്ഷണമൊക്കെ കഴിക്കുന്നത് സത്യത്തിൽ പ്രാർത്ഥനയാണ്. ഏറ്റവും തീവ്രമായിട്ടുള്ള സ്നേഹഭാവത്തോടു കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് വേണം ഭക്ഷിക്കാൻ. പണ്ടത്തെ ആചാര്യന്മാർ പറയും, നിങ്ങൾ കഴിക്കാൻ പോകുന്ന അരിയിൽ പോലും നിങ്ങളുടെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട്. അത് കയ്യിലെടുക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിന് നന്ദി പറയണം. ദൈവത്തിന് മാത്രമല്ല,
ഏതോ ഇടത്ത് ഏതോ വ്യക്തി ആർക്കോ വേണ്ടി നിലമുഴുന്ന് പിന്നെ അവിടെ വിത്തിട്ട് മുളപ്പിച്ച് ആരോ വെള്ളമൊഴിച്ച് ആരോ തടമെടുത്ത് ആരോ അവയെ വളർത്തി പിന്നെ കതിരെടുത്ത് നമുക്ക് എത്തിച്ചെന്നിരിക്കുകയാണ്. എത്ര വ്യക്തികളുടെ സ്നേഹത്തിൻ്റെ പ്രകടനമാണത്. നന്ദി പറഞ്ഞു തുടങ്ങണം. പിന്നെ ഭക്ഷണം വളരെ സാവകാശം കഴിക്കുന്ന ആളുകൾക്ക് ആർത്തി കുറഞ്ഞിരിക്കും അത്രേ. കാരണം അതിൽ ശാരീരികമായ പ്രക്രിയയാണ്. ചവച്ചരച്ച് ഭക്ഷണം കഴിക്കുമ്പോൾ സമയമെടുക്കും. സാധാരണ ഇതിൽ വിശപ്പ് കെട്ടടങ്ങിയെന്നൊരു തോന്നലുണ്ടാകാൻ തന്നെ 20 മിനിറ്റ് വേണം. ഈ 20 മിനിറ്റിനുള്ളിൽ ഒരുപാട് അങ്ങ് ഭക്ഷിച്ച് കൂട്ടുന്നവർക്ക് വിശപ്പ് മാറി എന്നുള്ള ഫീലിംഗ് വരില്ല. അതേസമയം പതുക്കെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ ചവച്ചരച്ച് കഴിക്കുന്നത് കൊണ്ട് തന്നെ വയറ് നിറഞ്ഞു എന്നുള്ള ഫീലിംഗ് വരും. അപ്പോൾ ഒരുപാട് കുത്തി നിറക്കേണ്ടി വരില്ല. ഇത് ഇങ്ങനത്തെ ഒരു ഫീലിംഗ് ഇല്ലാതെ ഒരുപാട് വയറ്റിൽ കുത്തി നിറച്ച് കഴിയുമ്പോൾ പിന്നീട് വല്ലാത്തൊരു ഹാങ് ഓവർ. ഈസ്റ്ററിൻ്റെയും ക്രിസ്മസിൻ്റെയൊക്കെ ബാക്കിപത്രം എന്താണ്? ഉറക്കമൊളിച്ച ഒരു വൈകുന്നേരം, രാത്രി ഒഴുപ്പായിരുന്നു. പിന്നെ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിർത്താതെ നോൺ സ്റ്റോപ്പ് ഈറ്റിംഗ്, അതിനുശേഷം നോൺ സ്റ്റോപ്പ് സ്ലീപ്പിംഗ്. ഇനി ഉറക്കം അല്ലെങ്കിൽ ഉറക്കത്തിനും ഉണർവിനും ഇടയിലുള്ള ചതച്ച മന്ദോഷ്ണാവസ്ഥ. ഇതിനെയാണ് നമ്മൾ ഹാപ്പി ഈസ്റ്റർ, ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ വിളിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിരോധാഭാസമാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തവണത്തെ ഈസ്റ്റർ എങ്ങനെയായിരിക്കണമെന്ന് നിങ്ങളൊന്ന് നിർവചിച്ച് നോക്കുക. ഇനി നമുക്കൊരു അടിമത്തം വന്നു കഴിഞ്ഞാൽ അതിനെ ന്യായീകരിക്കാനായിട്ട് എത്ര കാര്യങ്ങളാണ് നമ്മൾ തന്നെ നിരത്തിക്കൊണ്ടിരിക്കുക. അതിൽ ചില കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. ഫ്രണ്ട്സ് മൂലമാണ് ഞാനിങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോകുന്നത്, മദ്യപിക്കാൻ പോകുന്നത്. അങ്ങനെയല്ല, ഫ്രണ്ട്സ് മൂലമല്ല, നിങ്ങളുടെ ആഗ്രഹ നിമിത്തമാണ് നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നിങ്ങൾ നീതിമാനായിരുന്നു എന്ന് പറയാതെ പറയുകയാണ് ഫ്രണ്ട്സിനെ പഴിചാരിക്കൊണ്ട്. സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാനെല്ലാം മറന്നു പോകുന്നു എന്ന് പറയുകയാണ്. ഇല്ല സുഹൃത്തെ, സ്നേഹത്തിൻ്റെ മുമ്പിലും സൗഹൃദത്തിൻ്റെ മുമ്പിലും എല്ലാം മറന്നുപോയത്. നിങ്ങളെ തന്നെ മറന്നുപോയിട്ടുന്ന ആളുകൾ ഒരുപാടായി. ഇനി ചില ആളുകൾ പറയും ശരീരത്തോടുള്ള സ്നേഹം നിമിത്തമാണ് ഭക്ഷിക്കുന്നത്. ശരീരത്തെ നന്നായി സ്നേഹിക്കുന്നവർക്ക് ഒരുപാട് ഭക്ഷിക്കാൻ സാധിക്കുകയില്ല. നന്നായിട്ട് ബോഡി ബിൽഡിങ്ങിന് വേണ്ടി ജിംനേഷ്യത്തിലൊക്കെ പോയി തുടങ്ങുന്ന ആളുകളെ നോക്കുക. അവർ ഭക്ഷിക്കുന്നതിലൊരു ക്രമം കൊണ്ടുവരും, എല്ലാത്തിലും ഒരു ക്രമം കൊണ്ടുവരും, ചിട്ട കൊണ്ടുവരും. നല്ല കായികാഭ്യാസികളെ നോക്കുക, അവർ ഭക്ഷിക്കുന്നുണ്ടാകാം, പക്ഷേ അവർ ഭക്ഷിക്കുന്നത് അവരുടെ ശരീരത്തിന് ഉത്തമമായി തോന്നുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണെങ്കിൽ ശരീരത്തെ സ്നേഹിക്കുന്നവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള പ്രവണത കൂടുകയല്ല, ഭക്ഷണം ക്രമത്തിൽ കഴിക്കാനുള്ള നല്ല പ്രവണത, ഭക്ഷണം സിസ്റ്റമാറ്റിക്കായിട്ട് കണ്ട് കഴിക്കുവാനുള്ള ആ ഒരു ശീലം അതാണ് ഉണ്ടാവുക. ഭക്ഷണത്തെ വല്ലാതെ ഇഷ്ടപ്പെടുന്നവർ ശരീരത്തെ വെറുത്തു തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. വല്ലാതെ ദേഷ്യമുള്ളവർ, ഭയങ്കര നിരാശ വന്നവർ, ജീവിതത്തിൽ ഡിപ്രഷനിലൂടെ കടന്നു പോകുന്നവർ, എല്ലാത്തിനെയും സ്നേഹമില്ലാതെ കരുണയില്ലാതെ നോക്കിക്കാണുന്നവരൊക്കെ പെട്ടെന്ന് ഭക്ഷണപ്രിയരായി മാറുമെന്നാണ് ശാസ്ത്രം പറയുന്നത്. അതുപോലെ തന്നെ ഭക്ഷണ മേശയിൽ കോൺസെൻട്രേഷൻ ഇല്ലെങ്കിൽ ഒരുപാട് ഭക്ഷണം നമ്മൾ അകത്താക്കും. അതുകൊണ്ട് നേരത്തെ പറഞ്ഞത് ടി വിയോ മറ്റും കണ്ടും വായിച്ചൊക്കെ ഭക്ഷണം കഴിക്കുമ്പോൾ അറിയാതെ ഒരുപാട് ഭക്ഷണം നമ്മൾ അകത്തേക്ക് നിക്ഷേപിക്കുകയാണ്. അപ്പോൾ ഭക്ഷണം കോൺസെൻട്രേഷനോടുകൂടി ചെയ്യേണ്ടതാണ്, വളരെ സ്നേഹത്തോടു കൂടി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഒരു പ്രണയഭാവം ഭക്ഷണം കഴിക്കുന്നതിലും വേണം. അങ്ങനെ വരുമ്പോൾ അതൊരു പ്രാർത്ഥനയായി മാറും. ഇനി ഈ പുസ്തകത്തിൻ്റെ വിവിധ താളുകളിലേക്ക് മനസ്സിനെ എങ്ങനെ ഒരുക്കാം, മനസ്സ് ജിംനേഷ്യത്തിൽ പോകുന്നു എന്ന മട്ടിലൊക്കെയാണ് ഓരോ ശീർഷകങ്ങളുടെ രസകരമായ പേരുകളൊക്കെ. ഈ പുസ്തകം എങ്ങനെ ഭക്ഷണം സിസ്റ്റമാറ്റിക്കായിട്ട് സ്വീകരിച്ചുകൊണ്ട് ദൈവത്തെ തേടാം, ദൈവത്തെ കണ്ടെത്താം എന്ന് നമ്മെ പഠിപ്പിക്കുന്നു. ഒരുപാട് ഭക്ഷണം കഴിച്ച് വിശുദ്ധരാകാനുള്ള വഴിയല്ല പുസ്തകം പറഞ്ഞു തരിക. ഒരുപാട് ഭക്ഷണം കഴിക്കാതെ സംതൃപ്തി കണ്ടെത്തി സംതൃപ്തിയുടെ വിശുദ്ധരാകുന്ന എങ്ങനെയെന്നാണ് പുസ്തകം പഠിപ്പിച്ചു തരിക. ഗ്രന്ഥകാരന് നന്ദിയോടുകൂടി നമുക്ക് ദൈവത്തിൻ്റെ ഹിതമായ അമിതമല്ലാത്ത വഴികളിലൂടെ സഞ്ചരിക്കാം. ദൈവം കൂടെ നടക്കട്ടെ. അപ്പമായി സ്നേഹമായി ദൈവം നമ്മുടെ വിശപ്പുകൾ അകറ്റട്ടെ. നന്ദി.
നമസ്കാരം.